ഇവിടെ അടുത്ത് തന്നെയല്ലേ പാല് കൊടുക്കാനുള്ള വീടുകള്. അപ്പൊ പിന്നെ ഉന്തി തള്ളി അങ്ങോട്ട് പോയാ മതി. ചെല്ലടാ പോടാ പോടാ പോടാ. ഗോപൻ നായർ ഇതുവരെ ഔട്ടായില്ലേ? ഞാൻ ഇന്നായില്ലോ. എന്റെ ഈശ്വര, കട്ടിൽ വെച്ചാണല്ലോ. പിന്നെ എങ്ങനെ ഈ സാധനം താഴ്ത്തിക്ക് വീണേ? പൊട്ടിയിട്ടുണ്ടാവോ? ഓരോ മക്കള് അച്ഛൻ ചത്തട്ട് കട്ടിലൊഴിയാൻ നോക്കി നടക്കുക. ഇവിടെ ഒരുത്തിന് സ്വന്തമായിട്ട് കട്ടില് കൊടുത്തിട്ട് അത് നമുക്ക് എടുക്കണില്ലാന്ന് വെച്ചാ. ഗോപാ ഗോപാ ഗോപാ, എഴുന്നേറ്റ് എന്തെങ്കിലും കാപ്പിയോ വല്ലതും കുടിക്കായിരുന്നില്ലേ? എനിക്ക് വേണ്ട. വേണ്ടെങ്കി വേണ്ട മോനെ. എന്തു ഉറക്കാടാ ഇത്? അച്ഛൻ ഉപദേശിക്കുകയാണെന്ന് പറയരുത്. മനുഷ്യനായ സൂര്യനൊപ്പം എണീക്കണം. എന്നിട്ട് അവനവന്റെ കാര്യങ്ങൾ അവനവൻ തന്നെ നിർവഹിക്കണം. ഞാൻ പല പ്രാവശ്യവും ഈ ശ്ലോകം ചൊല്ലിയിട്ടുള്ളതാ. ഇനി ചൊല്ലണ്ട. സമ്പത്ത് കാലത്ത് തൈ പത്തു വെച്ചാൽ ആപത്തു കാലത്തു കാ പത്തു തിന്നാം ഉറക്കവും പോയി എന്ന് പറഞ്ഞ സമ്പത്ത് കാലത്ത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ ആപത്ത് കാലത്ത് നമുക്കത് തിന്നാം. എന്നിട്ട് സമ്പത്ത് കാലത്ത് അച്ഛൻ വല്ലതും വെച്ചോ? എനിക്ക് നിന്റെ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. സമ്പത്ത് കാലത്ത് അച്ഛൻ വല്ലതും ഉണ്ടാക്കിയോന്ന്? എനിക്ക് അത്ര സമ്പത്ത് കാലം ഉണ്ടായിട്ടില്ല. എനിക്കൊന്നും ക്ലേശല്ലേ ഉള്ളൂ. അയ്യോ സമയം 7 അയ്യോ 7 അയ്യോ ഞാനിവിടെ വെച്ചിരുന്ന സൂപ്പർ ലോട്ടോ ടിക്കറ്റ് എവിടെ? ഇതാണാ? അതല്ല, ഇതന്നെ. ഇതെങ്ങനെ ചുരുണ്ടേ? എന്താ ഇതെങ്ങനെ ചുരുണ്ടേന്ന്? തന്നെ ചുരുണ്ടതാവും. തന്നെ ചുരുളേ? അതിങ്ങനെ ചെവിയിട്ട് ചുരുട്ടി ചെവിയിലിട്ട് ചുരുട്ടി. ദൈവമേ, സൂപ്പർ ലോട്ടോ ഭഗവതി അടിക്കണേ. സ്മൈൽ പ്ലീസ്. 5 കോടി രൂപ ലോട്ടറി അടിച്ചല്ലോ, എന്ത് തോന്നുന്നു? ആദ്യമായിട്ടൊന്നുമല്ല ഞങ്ങളുടെ കുടുംബത്തിന് ലോട്ടറി അടിക്കുന്നത്. എന്റെ മുത്തച്ഛന് 1 ലക്ഷം രൂപ അടിച്ചു. എന്റെ അച്ഛന് 5 ലക്ഷം, എനിക്ക് 1 കോടി. ഇപ്പൊ എന്റെ മകന് എത്രയാടാ? 5 കോടി. 5 അങ്ങനെ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് ലോട്ടറി അടിച്ചുകൊണ്ടിരിക്കുക. എന്താ ചോദിച്ചത്? സർ, ഒരു ഫോട്ടോ കൂടി. ഫോട്ടോ ഞാനും. അപ്പൊ നിന്നോട്ടറാ. ഫോട്ടോ വരുമ്പോ നെഗറ്റീവാന്ന് വിചാരിച്ചോളും. ഇതെവിടുന്ന് കിട്ടണ്ട ഇത്രയും കറുത്ത കൂട്ടുകാര്? കറുത്തതാണെങ്കിലും ഹൃദയം വെളുത്തതാ. അത് കൊണ്ടുവന്നണ്ടാ ഫോട്ടോ. ട്രീറ്റ് വേണം. അതെ, ഉഗ്രനൊരു ട്രീറ്റ് വേണം. ട്രീറ്റ് ഒക്കെ ചെയ്യാം, പക്ഷെ അതിനു മുമ്പ് എന്താ? അയ്യേ പിശാശ്, ഇത്ര കാലത്ത് നേരം വെളുത്തൊന്ന് ടോർച്ചടിച്ച് നോക്കടാ. ഞാനൊരു മനോഹരമായ സ്വപ്നം കണ്ടു കിടക്കായിരുന്നു. എന്ത് സ്വപ്നാടാ നീ കണ്ടത്? അത് തന്തമാരോട് പറയാൻ പാടില്ല, അടൽസോളിയാ. നീ അച്ഛനോട് പറയില്ലേ? പറയാൻ പാടില്ല കളവാ. എന്നാ ഇന്ന് മുതൽ നീ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നോ. താഴെ പോയി മുറി കിടന്നോളാം. അതൊന്നും ശരിയാ. അതേ ശരിയാവൂ. ഇങ്ങനത്തെ വൃത്തികെട്ട സ്വപ്നങ്ങൾ കാണുന്ന ഒരു മകന്റെ കൂടെ എനിക്ക് കിടക്കാനാവില്ല. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോഴാണ് എന്റെ അച്ഛൻ എന്നെ പിടിച്ച് വേറൊരു മുറി കയറ്റി കിടത്തിയത്. നീ പോയി ചായ ഇടാനാ? ഇന്ന് ചൊവ്വാഴ്ച അച്ഛന്റെ ദിവസമല്ലേ? മോനെ, ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെച്ചൊരു സത്യമുണ്ട്. എന്താ? നീ ആരോടെങ്കിലും പറയൂ? ഇല്ല, എന്റെ അച്ഛനല്ലേ? അവിടുന്ന്. അതല്ല, പിന്നെ ചൊവ്വാഴ്ച കാരണന്മാര് ചായ ഇടാൻ പാടില്ല എന്നുള്ള സത്യമാണ് ഞാൻ നിന്നിൽ നിന്നും മറച്ചു വെച്ചത്. ആരത്? നീ പോയി ചായ ഇട്. ആരാ ബലടിക്കുന്നത് ഞാൻ നോക്കിട്ട് വരാം. എനിക്ക് ചായ ഇടാൻ പറ്റില്ല. ഈ കണക്കിന് അച്ഛനൊരു പെണ്ണ് കിട്ടുന്നതാ നല്ലത്. നീ എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറഞ്ഞടാ. ഈ കണക്കിനെ ഞാനൊരു പെണ്ണ് കിട്ടുന്നതാ നല്ലതെന്ന്. പോടാ പട്ടിയ ഇവിടുന്ന്. എനിക്കും അതെ, ഞാൻ നിന്നോട് എന്താ ആഴ്ചയാണ് കാരണന്മാര് ചായ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞത്?
ചൊവ്വാഴ്ച അല്ല, ബുധനാഴ്ച. ഞാനിപ്പോ ഡയറി എടുത്ത് നോക്കിയതാ. ശങ്കരനാരായണൻ കൊണ്ടുവന്നില്ലേ മാതൃഭൂമിയിലെ ഡയറി, അതെടുത്ത് ഞാൻ നോക്കിയത്. ഒരാൾ വന്നിട്ടുണ്ട്, ഞങ്ങൾ പോയി. അല്ല, ഞാൻ ചായട്ടോളാം. ചെല്ലടാ ചെല്ലേ. ഇതെന്ത് ഭ്രാന്ത്. തോമാച്ച സാറോ? വാ സാറേ. സാറ് വല്ലാണ്ട് കറുത്തു. ഭാര്യ പിള്ളേരൊന്നും വന്നില്ലേ സാറേ? അവള് പ്രസവത്തിന് പോയിരിക്കുക. 6ാമത്തെ അല്ലേ? അപ്പൊ സാറിപ്പോ ബാങ്കിൽ നിന്ന് പോവാറില്ലേ? ഗോപാ, ഞാൻ അച്ഛനെ വിളിക്കാം. എന്തിനാ? എടാ, എന്റെ പേഴ്സണൽ റിസ്കിലാണ് നിങ്ങൾക്ക് ഞാനന്ന് ഹൗസിംഗ് ലോൺ അനുവദിച്ചു തന്നത്. അറിയാം. അതിന് 10 മാസത്തെ ഡ്യൂസ് അല്ലേ വരുത്തിയിട്ടുള്ളൂ? മിടുക്കൻ. എടാ, ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയപ്പോ എന്താ നിങ്ങളോട് പറഞ്ഞത്? അടുത്ത മാസം അടയ്ക്കണമെന്ന്. അടുത്ത മാസത്തിന് ഇനി 1 മാസം കൂടിയില്ലേ? അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശം ഈ ഒടുക്കത്തെ ലോൺ എങ്ങനെയെങ്കിലും അടച്ചു തീർത്ത് സ്നേഹസമ്പന്നനും ദയാശീലനുമായ സാറിനെ രക്ഷിക്കാന്നുള്ളതാണ്. സത്യം. ഞാൻ ചത്ത് മണ്ണടിച്ചിട്ടായിരിക്കും. നല്ലവരല്ലേ, ദൈവം വേഗം വിളിക്കും. സാർ വേണ്ട 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 വേണ്ട, ദേഹത്ത് തൊട്ടുള്ള സംസാരം ഒന്നും വേണ്ട. സത്യം പറയാലോ, സാർ ഒരു ശുദ്ധ മണ്ടന. സോറി, ശുദ്ധ പാവ. ഒരു കാര്യം ചെയ്യാം. ഞാൻ ഈ 5 ലക്ഷം രൂപ ഒറ്റ മാസത്തിനുള്ളിൽ ഒരുമിച്ച് അടയ്ക്കാന്ന് വിചാരിക്കാം. എനിക്ക് എത്ര രൂപ ഇളവ് തരാൻ പറ്റും? പരിഹസിക്കുക? ആത്മാർത്ഥമായിട്ടാണ് സാറേ. ഇന്നേക്ക് ഒറ്റ മാസത്തിനുള്ളിൽ സാറിന്റെ കംപ്ലീറ്റ് എമൗണ്ട് ഞാൻ അടച്ചു തീർത്തിരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. എന്റെ അച്ഛനാണ് സത്യം. ഇത് ഞാൻ അവസാനമായിട്ട് വിശ്വസിക്കാം. വാക്ക് മാറൂല്ലോ. അരവിന്ദാക്ഷൻ നായരെ. ഓ, ദേ വന്നു. എന്തേ, ആരായിരുന്നു ഗോപാത്? ഓഹോ, ഏത്? ഇപ്പൊ വന്നില്ലേ? അതാ, അത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ രമചേച്ചില്ലേ? രമചേച്ചിയുടെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അച്ഛനെ വൈകിട്ടൊന്ന് കാണണമെന്ന്. അവര് 2 ആളുണ്ടായിരുന്ന? ഇല്ല. എന്തായി? നമ്മുടെ വീടിന് ലോൺ തന്നില്ലേ ഒരു ബാങ്ക് മാനേജർ? ആ മാനേജറുടെ ഒരു ചായ റെഡിയായി. അച്ഛൻ എനിക്കിട്ട് മലപ്പുറം പാര വെക്കായിരുന്നല്ലേ? എന്താ ഗോപാ നീ പറയണേ? സ്വന്തം മകനിട്ട് ഏതെങ്കിലും തന്ത പാര പണി? ഈ ലോകത്ത് ഒരു തന്ത പണിയില്ല, പക്ഷെ എന്റെ തന്ത പണി. സത്യം. ഞാൻ ബാത്റൂമിൽ പോയിട്ടില്ല. അച്ഛാ, അച്ഛാ, ദൈവമേ, ഇനി ഏത് കുരിശാണാവോ? ആരായാലും ഗോപനില്ല. ഞാൻ സോമനാ. ഏത് സോമൻ? സോമസുന്ദരൻ. എന്താ സോമസുന്ദര? ഗോപന് പൈസ കൊടുക്കാൻ വന്നതാ. ഗോപൻ ഇവിടെയുണ്ട്. ഗോപൻ കുളിക്കാ. ഗോപാ, എന്താ അച്ഛാ? നിന്നെ ആ സോമസുന്ദരൻ വിളിക്കണു. ഞാൻ റെഡിയാണ് അച്ഛാ. എന്താ സോമേട്ടാ, എന്നെ വിളിച്ചോന്ന് അറിഞ്ഞു? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓ ഇല്ല. ആഹാ, കോള് വല്ലതും ഉണ്ടാ? കോളുണ്ട്. 500 നിനക്ക്, 1500. ഓ ആയിക്കോട്ടെ. ഇത് അതെ, എന്റെ ശകുനത്തിന് സാലറി ഒന്ന് കൂട്ടി കിട്ടിയാ കൊള്ളായിരുന്നു. 3-4 ബുക്കിംഗ് വേറെ ഉണ്ട്. ഇന്ന് രാവിലെ ഒരു ശകുനം നിന്നിട്ട് വന്നേള്ളൂ. ഇനി നമ്മുടെ ശാന്തര വീട്ടിലും ബാലപ്പഞ്ചന്റെ വീട്ടിൽ കൂടി. അതെ, നീ അത്ര ബിസി ആണെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. ആയിക്കോട്ടെ. അല്ല അല്ലാകില്ല ഒന്നും വേണ്ട. ഈ ഒരു കാര്യം മനസ്സിലാക്കും, എന്റെ സാറിന് ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിട്ടല്ല, പിന്നെ ഇതെല്ലാം എന്റെ സമ്മർദ്ദം കൊണ്ടാണ്. പിന്നെ സാർ കേസ് ജയിക്കുന്നത് നീ ശകുനം നിൽക്കുന്നോണ്ടല്ല, അങ്ങേരുടെ കഴിവുകൊണ്ട്. നിന്റെ ശകുനത്തിന്റെ ഗുണം കൊണ്ടാണെങ്കിൽ നിന്റെ അച്ഛൻ ഇവിടെ ഇങ്ങനെ കരപ്പനം പിടിച്ച് കിടക്കില്ലായിരുന്നല്ലോ, എന്നോ കോടീശ്വരനായനെ. എന്റെ അച്ഛന് കരപ്പന? കരപ്പൻ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ഇനി നീ പറ, ഇതിവിടെ വെച്ച് നിർത്തണോ തുടരണോ? തുടരാം. തുടരാം. സാറിന്റെ ബെൽ മറക്കണ്ട, കൃത്യം 9. ബ്ലോക്ക് ഉണ്ടാക്കി കിടക്കുന്ന ആരുടെ വണ്ടിയാണെന്ന് ഉടമസ്ഥൻ ആരും ഇല്ല ഇതിന്. ഇതിപ്പോ ഞാൻ പോയിക്കൊണ്ട് പോകും. സത്യം പറഞ്ഞില്ല, ഇടിച്ചെല്ലാത്തിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. പറയാതെ തന്നെ ഇടി കിട്ടും. ചോദിച്ചതായിട്ടില്ലടാ, ഇതാരുടെ വണ്ടിയാണെന്ന്. കണ്ടിട്ടേതോ വികലാംഗന്റെ വണ്ടിയാണെന്ന് തോന്നുന്നു സാർ. തന്റെയാണോ വണ്ടി? അയ്യോ സാറേ, എനിക്ക് ഹെവി ലൈസൻസ് ഇല്ല. ഓ, ധിക്കാരം പറയുന്നോ? ചവിട്ടുന്നതിന്റെ മുട്ടുകാലി എന്തായാലും ഇടിക്കും. പറയടാ, ഏത് വികലാംഗന്റെ വണ്ടി? എന്നെ ഒരു മൃഗമാക്കി മാറ്റരുത്. പറയാൻ ചോദിച്ചത് കേട്ടില്ല. ഏത് വികലാംഗനാ? നമസ്കാരം, ഞാനൊരു പാവം വികലാംഗനാണ്. ഈ സമയത്താണ് രണ്ടിറങ്ങുന്നത്. രണ്ടിറങ്ങിയല്ലേ സാർ, ഈ വണ്ടി എന്റെയാണ്. ഓഹോ, നടുറോട്ടിലാണോ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നത്? സോറി സാർ, പെട്ടെന്ന് ഇവന് മൂത്രമൊഴിക്കാൻ തോന്നിയോണ്ട് പോയതാണ്. ഇവന് മൂത്രമൊഴിക്കാൻ നീ എന്തിനാണ് കൂടെ പോയത്? സാർ, ഇവന്റെ എല്ലാ കാര്യത്തിനും എന്റെ കണ്ണുകൾ തന്നെ വേണ്ട സാർ. അതെന്താ ഇവന് കണ്ണില്ലേ? ഇവന് കണ്ണില്ല, ഇവൻ കണ്ണാൻ കഴിയാത്ത കണ്ടില്ലേ? ഇവനൊന്നും കാണാനില്ല സാർ, കണ്ണിക്ക് ഇരുട്ടായിട്ടേ കാണുള്ളൂ. അന്തരല്ലേ? അയ്യോ, അപ്പൊ പിന്നെ ഞാനും എന്തിനാണോ? ഇവനെ നോക്കിട്ട് എനിക്കും ഇരുട്ടായിട്ടാണല്ലോ കാണുന്നത്. കറക്റ്റ് ആണ് സാർ, നമുക്ക് തന്നെ ഇവനെ കാണാൻ കഴിയുന്നില്ല, പിന്നെ ഇവൻ എങ്ങനെ നമ്മളെ കാണും സാർ? എന്താ ഈ അന്തന്റെ പേര്? അന്തു. അന്തു അന്തൻ. അത് പോട്ടെ, എന്താ തന്റെ പേര്? വിട്ടിട്ടില്ല. കണ്ണ് കാണാൻ മറന്ന് പറഞ്ഞിട്ട് ഇവൻ എങ്ങനെയുണ്ട് ഇത് കണ്ടു? എന്റെ ഫ്രണ്ടിന് ഉൾക്കാഴ്ച കൂടുതൽ. ഉള്ളിലുള്ളതെല്ലാം കണ്ടിട്ടുണ്ടാവോ? നിങ്ങൾ വിട്. ബ്ലോക്ക് വണ്ടി വിട്. നിക്ക് കണ്ണ് കാണാൻ മേലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവൻ എങ്ങനെ ആദ്യം ചാടി കയറി? അത് ഡെയിലി കയറി പ്രാക്ടീസ് ആണ്. ഞങ്ങള് കുറച്ച് പോലീസുകാരാണ്. ഐസി അല്ല, എസ് ഐ രാജ്കുമാർ. താങ്ക് യു രാജ്കുമാര. നോക്കി പോണം കേട്ടോ. ഓക്കെ, വണ്ടി വരട്ടെ സാർ. വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞില്ല.
ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച് റെഡി ആയിട്ട് ഇരിക്കാണല്ലേ. നാ പതിവ് സാധനം. ഇതെന്താ അത്? റമ്മ? അതെന്താ റമ്മ് കുടിക്കൂലേ? കുടിച്ചിരുന്നു, അതൊരു സമയം. നീ കേട്ടിട്ടുണ്ടോ? ഏത് ജൂലിയൻ? അല്ല. പിന്നെ വലിക്കുന്ന? അല്ല, അതെ ഇങ്ങനെ കുടിക്കുന്ന. അയ്യോ, ഇതെവിടുന്നാ? എവിടുന്നെങ്കിലും ആയിക്കോട്ടെ, കുടിച്ചില്ല. നിന്റെ കയ്യിലുള്ള ആ റമ്മ് കഷായം ഉണ്ടല്ലോ, തൽക്കാലം നീ അത് കളയണ്ട. ഒരു 5-6 ദിവസം കഴിയുമ്പോ ഞാൻ പറയാം വേണോ വേണ്ടേന്നുള്ളത്. അച്ഛാ സത്യം പറഞ്ഞത് എവിടെന്നാ? നമ്മുടെ അടുക്കളയുടെ തൊട്ട് പിന്നിൽ ഞാനൊരു തൈ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ കാച്ചു. അതീന്ന് ഒരെണ്ണം പൊട്ടിച്ചതാടാ. പോയി കുടിക്കടാ. ഇനിയിപ്പോ നാളെ ചോദിച്ചോണ്ട് വരുമല്ലോ, റമ്മ എവിടെ, റമ്മ എവിടെയെന്ന്. തരാട്ടാ തൈക്കളവാ. തുപ്പി നോക്കി ഞാൻ. എന്റെ ബെഡ്റൂമിൽ ഒരു പ്രേതം. പ്രേതോ? ഇതാ, ഇത് ശീതൾ. ശീതൾ ഇന്ന് മുതൽ നമ്മുടെ പെയിൻ ഗസ്റ്റാ. പെയിൻ ഗസ്റ്റാ? എന്നിട്ട് എന്നോട് ചോദിച്ചോ? നിന്നോട് ചോദിച്ചിട്ടാണോ നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചത്? ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നല്ലോ. ഈ പെയിൻ ഗസ്റ്റ് ഇവിടെ വരുമ്പോഴും നീ ഇവിടെ ഇല്ലായിരുന്നു. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. അതെ, ആരാ എന്താന്നൊക്കെ അറിയാതെ ഒരു പെൺകുട്ടി ഇവിടെ താമസിപ്പിക്കാന്ന് പറഞ്ഞ? ഇവൾ എന്റെ ഒരു സുഹൃത്തിന്റെ മകളാ. ഏത് സുഹൃത്തിന്റെ? ഡെറാഡൂണിൽ എനിക്കൊരു സുഹൃത്തില്ലേ? ഏത്? എന്നാ ഡെറാഡൂണിൽ എനിക്കൊരു സുഹൃത്തുണ്ട്. അയാൾ ഇപ്പൊ അമേരിക്കയിൽ ഫിലോഡാൽഫിയയിലാണ്. അതുകൊണ്ട് അയാൾ ഡെറാഡൂണിൽ ഇല്ല. അയാൾക്ക് കുവൈറ്റിലേക്ക് വരാനും പറ്റില്ല, ദുബായിലേക്ക് കയറ്റൂല. അതുകൊണ്ട് മകളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. അച്ഛൻ എന്തൊക്കെ പറയണം? വെള്ളമടിച്ച വയറ്റി കിടക്കണം. എനിക്കൊന്നും മനസ്സിലാവണില്ല. ദുബായിന്ന് കേട്ടിട്ടുണ്ടാ, കുവൈറ്റിന്ന് കേട്ടിട്ടുണ്ടാ, ഫിലോഡാൽഫിയെന്ന് കേട്ടിട്ടുണ്ടാ, അമേരിക്കന്ന് കേട്ടിട്ടുണ്ടാ. ഇതാ പറഞ്ഞത് എഡ്യൂക്കേഷൻ വേണം, എഡ്യൂക്കേഷൻ വേണമെന്ന്. ഇവനാകെ അറിയാവുന്നത് ബീഫ് ഫ്രൈ, പൊറോട്ട, ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ. ഇവൻ എങ്ങനെ ജീവിക്കും? പോയി ചെന്ന് കിടന്നു കൊടുക്കടാ. ഞാൻ പറഞ്ഞ സ്ഥലങ്ങളുടെ പേര് ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ഏത്? ഡെറാഡൂൺ. ഡെറാഡൂൺ നിനക്ക് പിടിച്ചില്ല? ഡെറാഡൂണിനാടാ. അച്ഛന്റെ ഏറ്റവും വലിയ സുഹൃത്ത് ഡെറാഡൂണിലുണ്ടെന്നുള്ള കാര്യം അറിയാതെ പോയത് മഹാ കഷ്ടായിപ്പോയി. ഡെറാഡൂൺ, ഡെറാഡൂൺ, ഡെറാഡൂൺ. ഗുഡ് നൈറ്റ് ഡെറാഡൂൺ. നിന്റെ അമ്മൂട. ഇത് ഏതായി ഡെറ? എന്റെ ഡെറാഡൂണിന്റെ അമ്മയ്ക്ക് വിളിക്കല്ലേടാ. എത്രയായി? 90. നിന്റെ പ്രായമല്ല ഞാൻ ചോദിച്ചത്. ഓടിയ കാശ് തന്നെയാണോ ഞാൻ പറഞ്ഞത്? ഞാനിപ്പോ ഈ കാശ് തരില്ലെന്ന് വിചാരിക്കുക. നീ എന്നെ എന്ത് ചെയ്യും? നീ എന്നെ മൂക്കി കയറ്റുമോ? ചാവട്ടുരുക്കില്ല, പാറ്റിക്കിട്ട് കൊടുക്കും. കളിച്ച് കളിച്ച് ബെങ്കിടങ്ങി തങ്കച്ചന്റെ മകനോടാ കളി. തങ്കച്ചേന്റെ മോനാ. 90 രൂപക്ക് വേണ്ടി തങ്കച്ചേന്റെ മോനായിട്ട് തലൂട്ടി നിറഞ്ഞ തങ്കച്ചേന്റെ എന്ത് വിചാരിക്കും? ഇതാ 100 രൂപ. അച്ഛനെ അറിയുമല്ലേ? താനല്ലേ പറഞ്ഞ അച്ഛനെ അറിയുന്നു. ഇനിയിപ്പോ അച്ഛനെ അറിയണോ? താനല്ലോ നേരത്തെ അച്ഛനെ അറിയുന്നു പറഞ്ഞ. കത്തി കാണിച്ചോണ്ട് അച്ഛൻ അറിയുമെന്ന് പറഞ്ഞു. ജീവനക്കുതി ആക്കുണ്ടാവില്ലേ? വൈദ്യണ്ണ, എന്താ ഈ വേഷത്തില്? നക്സൽ ബാരിയാവും പോയവൻ സന്യാസിയായി പോയി എന്ന് മാത്രം അറിഞ്ഞാ മതി. അക്കാ മുള്ളിയപ്പ തെറിച്ച ബന്ധവും ഉള്ളെങ്കിലും അക്കായെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അക്കാ വിട്ട് എങ്ങുമേ പോവില്ലേ. പറഞ്ഞാ കേൾക്കുന്നൊരു ചെമ്മരിയാടിനെ പോലെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. നിക്ക, സ്വന്തം കാലി ജീവിച്ച് കാണിക്കാന്ന് വെല്ലുവിളിച്ച് ഒരിക്കൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ? ഗതി മുട്ടുമ്പോ കയറി നടക്കാൻ ഇത് സത്രമൊന്നുമല്ല. ഇറങ്ങാൻ ഒരു തവണ കൂടി. ഇതിപ്പോ ഒരുപാട് തവണയായി. സരോജം, പുറത്താക്കി ഗേറ്റ് അടയ്ക്ക്. അക്കയാണത്രേ കക്ക. എന്നെ പുറത്താക്കൊന്നും വേണ്ട. ഇവിടുത്തെ ഗേറ്റ് അടച്ചാലും എന്റെ മുമ്പിൽ വേറെ പല ഗേറ്റുകളും മറക്ക തുറക്കും. നമുക്ക് കുറച്ച് വേണ്ടി കാണാട്ടാ. അളിയ, എന്നോട് ക്ഷമിക്കണോ അളിയ? അളിയന്റെ പാതാരവിന്ദങ്ങളിൽ ഞാൻ തൊട്ട് നമസ്കരിച്ചോട്ടെ. എനിക്കിപ്പോഴാ മനസ്സിലായത് അളിയൻ എന്തുകൊണ്ടാ എന്റെ പെങ്ങളെ ഉപേക്ഷിച്ചതെന്ന്. അളിയൻ ദൈവമാണ് അളിയാ, ദൈവം. താനെപ്പോഴാടോ വൈദി സന്യാസിയായത്? കയ്യിലുള്ള കാശ് മുഴുവൻ തീർന്നപ്പോ ഞാനങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ആയിപ്പോയതാണ്. ഈ സന്യാസം നമുക്ക് തന്നെ പണിയില്ല അളിയ. പെണ്ണും കെട്ടി 2 പിള്ളേരൊക്കെ ആയിട്ട് വൈകുന്നേരം പോകുമ്പോ 2 പെഗും വിറ്റിരിക്കണ അതിന്റെ രസം എന്നൊക്കെ ആൾക്കാർ പറയുന്നു. എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. സർ, ചായ. ഓ, ഇത് ഞാൻ തന്നെയാടോ. ആട്ടെ,
എന്താ തന്റെ ഉദ്ദേശം? എനിക്ക് വേണമെങ്കിൽ പെങ്ങളുടെ കൂടെ ജീവിക്കുക. പക്ഷെ എനിക്കൊരു വാശി, ഇനിയുള്ള കാലം സ്നേഹസമ്പന്നനായ അളിയന്റെ കൂടെ ജീവിക്കണമെന്ന്. അയ്യോ, വെറുതെ വേണ്ട, അളിയൻ പറയുന്നത് കേട്ട് അച്ചടക്കമുള്ള ഊർജ്ജസ്വലനായ ഒരു ഗുമസ്തനായിട്ട്, അല്ലെങ്കിൽ വേണ്ട ഒരു ഡ്രൈവറായിട്ട്. മുമ്പ് ഒരിക്കൽ ഇവിടെ നിന്നതിന്റെ സാർ അനുഭവിച്ചതാ. ഏയ്, ഗതി കെട്ടിട്ട് വന്നതല്ലടോ, നിന്നോട്ടെ. നിൽക്കുന്നതൊക്കെ കൊള്ളാം, എന്റെ സ്വഭാവവും ശീലങ്ങളും ഒക്കെ അറിയാവല്ലോ. അളിയൻ വരക്കണ വരയെന്ന് ഒരു ഇഞ്ച് ഞാൻ മാറൂല. എന്നാ തനിക്ക് കൊള്ളാം. ഓ, താങ്ക് യു വെരി മച്ച് അളിയാ. അയ്യോ, ചായ. ഓ, ചായ താൻ കുടിച്ചോ. എടോ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ. മേടിച്ചിട്ട് 1 വർഷമായുള്ളൂ, അതിനുള്ളിൽ തീർന്നു. എന്തൊരു ചൂടാ ഇവിടെയൊക്കെ. എന്താ കുസ്തി പിടിച്ച് മതില് മറിച്ചിടണ്ട. പേസ്റ്റ് ഇതെവിടെന്നാ? ഇതെന്റെ, അല്ലാതെ ഈ വീട്ടിലെവിടുന്ന പേസ്റ്റ്? പേസ്റ്റ് ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ തീരുന്നവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഒരു ശീലമാണ്, അല്ലാതെ ഇല്ലാഞ്ഞിട്ടല്ല. അച്ഛാ, 1200 ഗ്രാമിന്റെ പൊട്ടിക്കാത്ത പേസ്റ്റിംഗ് എടുത്തേ. പള്ളി വെക്കുന്ന ഫാമിലിയാണെന്ന് അറിയട്ടെ. കൂടുതൽ ഇടിക്കല്ലേ. എങ്ങനെ ചിരിക്കാതിരിക്കും? 1200 ഗ്രാമിന്റെ പേസ്റ്റ് ഇല്ലാന്ന് ഏത് പൊട്ടിക്കും അറിയാം. ഓഹോ, അപ്പൊ മനസ്സിലായല്ലേ. കൂടുതൽ ഡയലോഗ് അടിക്കാതെ പല്ലിയേക്ക്. അതെ, ഒന്ന് നിന്നേ മോളെ. അത്ര നിർബന്ധമാണെങ്കിൽ ആ സോപ്പും കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് എന്നെ കുളിപ്പിച്ചും കൂടി താ. ഞാൻ റെഡി. നീ റെഡിയാവും, നീ ആ സൈസ് സാധന. നാണോ ഇല്ലാത്തവള്. അതാരാന്ന് ഞാൻ ഇന്നലെ കണ്ടു. എന്ത് കണ്ടു? വാതിലിന്റെ ഇടയിലൂടെ ഇങ്ങനെ. അച്ഛാ, ഇവളൊക്കെ എവിടെ നിന്ന് കുറ്റിയും പറിച്ചോണ്ട് വന്നതാ? ഈ അച്ഛനോടെ പോയി കിടക്ക. അച്ഛാ, അച്ഛാ, കാണല്ലേ സാർ. നീയാ? എന്താ രാവിലെ പത്രത്തിന്റെ ബില്ല്? ഓ, അതൊന്നും വേണ്ടാപ്പാ. തമാശ കളഞ്ഞിട്ട് കാശ് എടുക്കട്ടെ സാറേ. 450 രൂപ. 450 രൂപ? അതിനു വേണ്ടിട്ട് നീ രാവിലെ വന്നേക്കണേ. നീ ഒരു കാര്യം ചെയ്യ്, പോയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടോ. ഇനി ഒരു മാസം കഴിഞ്ഞാ? ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയിട്ടാ. എടാ, അപ്പുറത്തെ വീട്ടിലെ തോമസ് ചേട്ടനല്ലേ കോടിക്കണക്കിന് രൂപയുടെ കടക്കാരനാ, അറിയോ നിനക്ക്? എനിക്ക് അയാളുടെ കോടിക്കണക്കിന് രൂപയുടെ കണക്കൊന്നും അറിയണ്ട. എനിക്ക് എന്റെ പത്രത്തിന് 450 രൂപ അപ്പം ഇങ്ങോട്ട് കിട്ടണം. ഓ പിന്നെ, ഞങ്ങൾ ഈ പാവങ്ങളുടെ 450 രൂപ ഇട്ടിട്ടുണ്ട് നിന്റെ മാതൃഭൂമി പത്രം നടന്നു പോവാൻ. ഒന്ന് പോടാ. നല്ല ഒന്നാമതൊരു വീട് കെട്ടിയിട്ടുള്ളൂ ചേട്ടാ. എന്തിനായി പിച്ചത്തരം കാണിക്കണേ? വീടല്ലേ കെട്ടിട്ടുള്ളൂ, ഞാൻ കെട്ടിട്ടില്ലല്ലോ. എടാ, ഞാൻ കെട്ടിക്കഴിഞ്ഞാണെങ്കിൽ ആ സ്ത്രീധനത്തിന്റെ തുക കൊണ്ട് ആദ്യം കടമിട്ടു നിന്റെ ഇരിക്കൂടാ. എന്നാ ആ കല്യാണം കൂടി ഞങ്ങൾ മാതൃഭൂമിക്കാർ നടത്തി തരാം. ആയിക്കോട്ടെ. അതെ, എന്റെ കല്യാണം നടത്തിയിരിക്കുക. ഈ ഒരു ജോലിക്കാരും പറഞ്ഞിട്ട് ആ ആലോചന നടന്നിട്ടുള്ളത്. ഈ കാശ് കൂടി തന്നില്ലെങ്കിൽ എന്റെ ഏജൻസി കെട്ടി. എന്റെ ഏജൻസി കെട്ടിയത് എന്റെ കല്യാണം നടക്കില്ല ചേട്ടാ. വയലന്റ് ആവല്ലേ രമേശ. നീ ഒരു കാര്യം ചെയ്യ്, നീ അതവരെ പറഞ്ഞ് മനസ്സിലാക്കാം. ആരെ? പെൺവീട്ടുകാരെ? അല്ലട, പത്രക്കാരെ. ഇപ്പൊ ഞാൻ നിന്നോട് ഒരു ഒഴിവ് പറയുന്നില്ല, അതുപോലെ നീ അവരോട് ഒഴിവ് പറയും, അവര് മറ്റുള്ളവരോട് ഒഴിവ് പറയും. അങ്ങനെ ഒഴിവ് കഴിവൊക്കെ പറഞ്ഞില്ലടാ നമ്മൾ ഇന്ത്യക്കാർ ജീവിച്ചു പോണത്. അതെ, അങ്ങനെ മറ്റുള്ളവർ പറയണ ഒഴിവില്ല നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്ന. അതെ, ഇന്ന് വൈകുന്നേരത്തോടെ കാശ് എന്തെങ്കിലും എന്റെ സ്വഭാവം മാറൂട്ടാ. നീ ഒരു ചുക്കും ചെയ്യില്ല. എന്നാ നാളെ മുതൽ പത്രം വായിക്കണമെന്ന് കാണാ. നിന്നെ. അതെ, പത്രം നിന്റെ മാത്രമല്ല, കേരളത്തിൽ 5-6 പത്രങ്ങൾ വേറെ ഉണ്ട്. എടാ, ഓരോരുത്തരോട് ഒരു 3 മാസം വെച്ച് കടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് 2 വർഷം പോകും. അല്ലടാ, പോടാ പേരട്ടത്തിണ്ടി. അയ്യയ്യേ, എന്ത് ജന്തുക്കളത്. അച്ഛനും മുന്നും കൂടി ഇറങ്ങിയിരിക്കാൻ നാട്ടുകാരെ പറ്റിക്കാൻ. അച്ഛാ, അച്ഛാ, നേരായല്ലോ അച്ഛാ അച്ഛാന്നും പറഞ്ഞ് കൊരവെള്ളി പൊട്ടിക്കാൻ തുടങ്ങിട്ട്. എന്താ അത് ശരി, ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കായിരുന്നല്ലേ? ഒളിച്ചിരിക്കാൻ പോയതല്ല, മനുഷ്യന്റെ പ്രാഥമിക ക്ലേശങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പോയതാ. ഓ, എനിക്കറിയാം, പേപ്പർ കേട്ട പൊളിച്ചിരുന്നല്ലേ? ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഒളിച്ചിരിക്കാൻ പോയതല്ലെന്ന്. എനിക്കറിയോ? അതെ, ഇനി അവൾ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല. എന്ത് പറ്റി? അവള് ശരിയല്ല. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആര് പറഞ്ഞു വഴിയില്ലെന്ന്? ഇന്ന് കൊച്ചുവിളപ്പം കാലത്ത് എന്റെ അടുത്ത് ശൃംഗരിച്ചോണ്ട് വന്നിരിക്കാ. ഞാനൊരാണല്ലേ, എനിക്കെന്തെങ്കിലും സംഭവിച്ചാ? നിനക്കെന്ത് സംഭവിക്കാൻ? 2 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ഒരു പെണ്ണ് വേണ്ട. എന്താ ഗോപ നീ പറയണേ? ഞാൻ ആ കുട്ടിയുടെ അഡ്വാൻസ് മേടിച്ചതല്ലേ. അഡ്വാൻസാ? എത്ര രൂപ? 2000. ഓഹോ, അപ്പൊ അതുകൊണ്ടാണ് മേടിച്ച് മിഴുങ്ങിയതല്ലേ? ഏയ്, അതെനിക്ക് അവള് ഫ്രീ തന്നതാ. ഒരു കാര്യം ചെയ്യ്, എഗ്രിമെന്റ് വെച്ചിട്ടല്ലോ ആ പൈസ അങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്ക്. അത് ഞാൻ പാൽക്കാരനും പല കച്ചവടക്കാരനും കൊടുത്തു. ഓ, ഇതൊരു പുലിവാലായല്ലോ. എന്ത് ചോദിച്ചാലും കളനെ പോലെ തല കൂപ്പിട്ട് നിൽക്കും. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കാൻ. ഞാനൊരു 2000 രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു തരാം. അതിനെ പറഞ്ഞു വിട്. അങ്കിൾ, ഈ പെൺകുട്ടികളെ താമസിക്കുന്ന വേണ്ട വേണ്ട വേണ്ട, കൂടുതൽ കൊഞ്ചിക്കൊഴയിലൊന്നും വേണ്ട. അച്ഛ പറഞ്ഞു വിട്ടെ. ഞാനൊന്ന് പറയട്ടെ ഗോപേട്ട. ഗോപേട്ടാന്നാ? അച്ഛ ഗോപേട്ടാന്ന്. പിന്നെ നിന്നെ എന്താ വിളിക്കാ? വേലായുധന്നാ? എന്താ നിന്റെ പേര്? ഗോപൻ. പറ മോളെ. പെൺകുട്ടികളെ താമസിക്കുന്ന റൂമില് ഒരാൾ വന്ന് ഒളിഞ്ഞു നോക്കിന്ന് വിചാരിക്കാം. ഇവിടെ ആരോ ഒളിഞ്ഞു നോക്കിയേ? അയാളെ കുറിച്ച് അങ്കിളുടെ അഭിപ്രായം എന്താ? ആണാണോ പെണ്ണാണോ? ആണാണെന്ന് തോന്നുന്നു. എങ്കിൽ അവൻ ആണും പെണ്ണും കെട്ടവനും സംസ്കാരമില്ലാത്തവനും ആവാസനും തന്തയില്ലാത്തവനുമാണ്. അച്ഛാ, സത്യം പറയാലോ അങ്കിൾ, അങ്ങനെ ഒരു അനുഭവം
ഹോട്ടലിൽ വെച്ച് ഉണ്ടായതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം തേടി വന്നത്. ഇവിടെ ഞാൻ സേഫാ. എനിക്ക് സമാധാനായി. അങ്കിളിന്റെ മുഖം കണ്ടാൽ അറിയാം അങ്കിൾ ഒരു ഇന്നസെന്റ് ആണെന്ന്. ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയത് ഗോപന്റെ ഭാഗ്യാ. എന്റെ ഈശ്വരാ, ഇത് ഞാൻ പലപ്പോഴും നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അന്നൊക്കെ ഞാനത് കൺട്രോൾ ചെയ്തു. അയ്യോ, ഇന്ന് ശീതളിൽ നിന്നും ഈ വാക്കുകൾ അറന്നു വീണപ്പോ എന്റെ ക്ലേശമൊക്കെ മാറി. മോള് സമാധാനായിട്ട് അകത്തേക്ക് പോയിക്കോ. ഒടുക്കത്തൊരു ക്ലാസ്. അച്ഛാ അച്ഛാ അച്ഛാ, ബഹുത്ത് അച്ഛാ. നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ. എടി മൂദേവി. ഓ ദൈവം, എന്റെ മാനം കപ്പലേറി. അതുകൊണ്ട് ഭൂമി കുലുക്കം ഉണ്ടായെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ സരോയത്തെ വിട്ട് എങ്ങും പോവില്ല. എനിക്ക് വിശ്വാസമില്ല. എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഒരു കത്തെങ്കിലും അയക്കില്ലായിരുന്നു. നീ എന്ത് മണ്ടത്തൊരു പറയണ? കത്തൊക്കെ എന്നാടി ഉണ്ടായത്? ഈ കത്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പും മനുഷ്യർ പ്രേമിച്ചിരുന്നില്ലേ? യു ഗോട്ട് മീ? ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചോ? യെസ്, ഐ വിൽ ഡു. എനിക്കത് പഠിക്കേണ്ടി വന്നു. ടു ഐസ്ക്രീം ഗിവൻ ഗിവ്സ് ഗിവ്. ഓക്കെ. ഒരു ഇന്റർവ്യൂവിന് ശേഷം നമ്മുടെ പ്രണയം വീണ്ടും തുടങ്ങിയല്ലേ? നിന്റെ പിണക്കൊക്കെ ഒരു ഐസ്ക്രീം പോലെ ആയാലും ഞാൻ ഇല്ലാതാവട്ടെ. എന്തോ 10 രൂപ. 10 അർത്ഥം. എന്റെ അമ്മേ, അങ്ങനെ ഓർത്തോണ്ട. ഒരു ഐസ്ക്രീം. ഗോപൻ ഗോപൻ. സമാധാനമായിട്ടൊന്ന് പ്രേമിക്കാനും സമ്മതിക്കില്ല. നമ്മളെ കണ്ടോ? ആ ഇതെന്താണ് ഇവിടെ? പച്ചക്കറി വാങ്ങാൻ. പച്ചക്കറി മേടിക്കാൻ ഇവിടെയാ? അല്ല, ഐസ്ക്രീം. ആ വായിക്കോളാ. ഇതാരാ അച്ഛനാ? ആ പക്ഷെ ഇയാളെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. എന്നെ കണ്ടുപരിചയം സാധ്യയില്ല. എന്താ? താൻ ഇരിക്കുമ്പോ 20 മനുഷ്യരെ പരിചയപ്പെട്ടിട്ടുണ്ടോ? അതില്ല, പക്ഷെ ഞാൻ എവിടെയോ കണ്ടിരുന്നു. എന്താ ഇയാളുടെ പേര്? ഐസ്. ഐസാ? ഐസക്. ഐസ് പോട്ട് പറഞ്ഞ സ്നോസപ്പൻ മകൻ ഐസക്. ആ ഇയാള് വീട്ടിലേക്കല്ലേ? കേറ്. വേണ്ട, ഗോപൻ ആ പൊക്കോ. കേറോ. ആ കേറ് കേറ്. ഐസ്ക്രീം ഒക്കെ തന്നെ പീഡിപ്പിക്കുന്ന കാല. വേഗം കഴിക്കോ. ഇതെന്താ സാറേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വണ്ടിയും കൊണ്ട് വന്നവൻ പെണ്ണും കൊണ്ട് പോയി. തൽക്കാലം അത്ര മനസ്സിലാക്കുക. ഇവിടെ അടുത്ത അമ്പലക്കുളം ഉണ്ടാ? എന്തിനാ? ഒന്ന് സർവീസ് ചെയ്യാനാ.